ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് നമുക്ക് അത്രയും പ്രിയപ്പെട്ട MLA AP അനിൽകുമാറാണ്. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ശ്രീ AP അനിൽകുമാർ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? ഇല്ല കഴിഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ. രാവിലെ വിസിറ്റേഴ്സ് കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് 9 മണിക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ ഓക്കെ, ശരി. ഇപ്പോൾ നമ്മുടെ ശ്രീ AP അനിൽകുമാർ, നമ്മുടെ സംസ്ഥാനം തന്നെ ഇപ്പം ചർച്ച ചെയ്യുന്നത്, സംസ്ഥാന കേരള രാഷ്ട്രീയം പ്രത്യേകിച്ച് വിശ്വാസി സമൂഹം ഒക്കെ ചർച്ച ചെയ്യുന്ന വലിയൊരു കാര്യം ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വാർത്ത തുടങ്ങുന്നത് തന്നെ, വിവാദം തുടങ്ങുന്നത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തുന്ന ഒരു പരാതിയുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് ഈ വിവാദങ്ങളൊക്കെയും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരൊറ്റയാളിൽ കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്നു. തൊട്ട് പിന്നാലെ ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ ആയിട്ട് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല, ഇപ്പോൾ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണ് എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഈ വിഷയത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ദേവസ്വം മഹസറിൽ പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന ഗുരുതരമായ കാര്യങ്ങൾ കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണവും ഒരു തരത്തിൽ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വിഷയങ്ങൾ മൊത്തം പഠിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് എന്താണ് മനസ്സിലാകുന്നത് ശ്രീ AP അനിൽകുമാർ? ഞാനിത് ആദ്യമായിട്ടൊരു കാര്യം പറയാം. പൊതുവെ ഉണ്ടാകുന്ന വിവാദങ്ങൾക്കപ്പുറത്താണ് ഈ ഒരു ശബരിമലയിലെ കാര്യം. കാരണം അത് പല കാര്യങ്ങളിലും രാഷ്ട്രീയമായ വിവാദങ്ങളിൽ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ അത് ശ്രദ്ധിക്കാതെ പോകും. അതിനകത്ത് വലിയ താല്പര്യം കാണിക്കാറില്ല. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് അതിലൊക്കെ വലിയ താല്പര്യം കാണിക്കുക. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ശബരിമല വിവാദം എന്ന് പറയുന്നത്. ശബരിമലയെ പോലെയുള്ള ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യം അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഇത്രയും പവിത്രമായി കാണുന്ന ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണോ എന്നുള്ളതാണ് ജനങ്ങളെ വല്ലാത്ത രീതിയിൽ ഒരു ആശങ്കയിലേക്ക് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഒരു നിലപാട് എന്ന് പറയുമ്പോൾ, പ്രതിപക്ഷത്തിന് ഇതിലെ നിലപാട് ഇത്തരം കാര്യങ്ങൾ എന്താണോ ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകൾ, ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ അത് തുറന്നു കാണിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതൊരു രാഷ്ട്രീയ വിഷയമായിട്ടല്ല, മാത്രമല്ല ഇത് ഞങ്ങൾ കൊണ്ടുവന്നൊരു വിഷയമല്ല. പ്രതിപക്ഷം വേണമെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നതെങ്കിൽ ഞങ്ങളുടെ ഒരു ആസൂത്രിതമായ ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ. ഇത് വളരെ ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചൊരു വിഷയം സമൂഹ മധ്യത്തിലും വാർത്താ മാധ്യമങ്ങളിലും വന്നപ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നു. ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ചെയ്യുന്നത്. ശ്രീ AP അനിൽകുമാർ, ഇപ്പോൾ 2025 സർക്കാർ, ഇപ്പോൾ പ്രതിപക്ഷത്തോടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇപ്പം സർക്കാർ, ഇപ്പോൾ ദേവസ്വം മന്ത്രി ആകട്ടെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകട്ടെ ഒക്കെ പറയുന്ന ഒരു കാര്യം, 2025 നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഭരണസമിതിയെ നിങ്ങൾ പഴിച്ചാൽ അതിൽ ഒരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. അങ്ങനെയാണ് CPMന്റെ ടേക്ക്. പക്ഷേ വിജയ് മല്യ സമർപ്പിച്ച സ്വർണം പൂശിയ സ്വർണ്ണപ്പാളി അത് ആ ശ്രീകോവിലിൽ 20 വർഷത്തോളം ഉണ്ടായിരുന്നു. ആ പാളി 2019 അടിക്കുമ്പോൾ അത് ചെമ്പ് പാളിയായത് എങ്ങനെ? അത് ഈ സർക്കാർ അറിഞ്ഞില്ലെങ്കിൽ അത് ആരുടെ വീഴ്ചയാണ് ശ്രീ AP അനിൽകുമാർ? അതിനിപ്പോൾ പ്രതിപക്ഷത്തെ പഴിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രതിപക്ഷത്തെ പഴിച്ചിട്ട് കാര്യമുണ്ടോ? അവിടുത്തെ ഭക്തരെ പഴിച്ചിട്ട് കാര്യമുണ്ടോ? ഭക്തരെ കൊടുക്കുന്ന പണം ഏറ്റുവാങ്ങുക അല്ലെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തം മാത്രമാണോ ദേവസ്വം ബോർഡിനുള്ളത്? അപ്പോൾ ദേവസ്വം ബോർഡ് ധർമ്മശാസ്ത്രാവിന് ലഭിച്ചിട്ടുള്ള അത് ഏത് രീതിയിലുള്ള വഴിപാടായാലും ശരി, സ്വർണ്ണ തകിടായാലും മറ്റെന്തായാലും അത് സംരക്ഷിക്കേണ്ട, സുരക്ഷിതത്തോടുകൂടി അത് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനല്ലേ? ഇത് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. 1999 ഇത്രയും വലിയ ഒരു രീതിയിൽ ഏതാണ്ട് 30 കിലോ അടുത്താണ് വിജയ് മല്യ കൊടുത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഇത് കൊടുത്ത് അതിനകത്തൊരു ചെറിയ ഭാഗം ആണ് ഇതിനു വേണ്ടി ചെലവഴിച്ചത്, ഈ ഒരു ദ്വാരപാലക ശില്പത്തിന് വേണ്ടി. അത് ഉണ്ട് എന്ന് ഹൈക്കോടതി തന്നെ പറയുന്നു. പിന്നെ 1919 അത് കൊണ്ടുപോകുമ്പോൾ ചെമ്പായിരുന്നു എന്ന് എഴുതി കൊടുക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തം എന്താ? ഇത് കാത്തു സൂക്ഷിക്കുന്നതിൽ അവർ ഗുരുതരമായ വീഴ്ച വരുത്തിയില്ല. എവിടെയാണ് വീഴ്ച വരുത്തിയത്? എവിടെയാണ് നഷ്ടപ്പെട്ടത്? ഇത് വല്ലതും ചിന്തിക്കുന്നുണ്ടോ? അതിനൊക്കെ അപ്പുറത്ത് എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുന്നത്, ഇത്രയും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത്രയും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഉത്തരവാദിത്വമില്ലാത്ത ആളുകളുടെ കൈവശം കൊടുത്തയക്കുകയാണ് എന്ന് സാധാരണക്കാരാ ചോദിക്കുമ്പോൾ എനിക്കും തോന്നിപ്പോവുകയാണ് എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമ്മൾ ശബരിമലയെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്?
ഗുരുവായൂരിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? അതുപോലെ മറ്റു ആരാധനാലയങ്ങളെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? അവിടേക്ക് ഇത്ര ലാഘവത്തിലാണ് ദേവസ്വം ബോർഡ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അതിൽ വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. ഇവരുടെയൊക്കെ ഏറ്റവും വലിയ അത് മാത്രമല്ല ശ്രീ എ പി അനിൽകുമാർ, അത്രയേറെ സുരക്ഷയുള്ള ഒരു സ്ഥലം കൂടിയാണ്, അതീവ സുരക്ഷാ മേഖല കൂടിയാണ് ഈ ശബരിമല ക്ഷേത്രം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെയാണ് ഇങ്ങനെ ആര് വന്ന് ചോദിച്ചാലും ഇതൊക്കെ ഇത്രയും ലാഘവത്തോടു കൂടി എടുത്തു കൊടുക്കുന്നതും കൈമാറ്റം ചെയ്യപ്പെടുന്നത്. മാത്രമല്ല ഇപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സാധനം 2019 എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ ഒരു മാസം ഇത് എവിടെ പോയെന്ന് അറിയില്ല. അതിലിപ്പോഴും ഒരു വ്യക്തതയില്ലെന്നേ. അല്ല, ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ വലിയ രീതിയിൽ ചിലരൊക്കെ കൗതുകത്തോട് ചോദിക്കുക, 40 ദിവസം ശബരിമലയിൽ നിന്ന് ചെന്നൈയിലേക്ക് സ്വർണം പൂശുന്നതിന് വേണ്ടി ദ്വാരപാലക ശില്പം കൊണ്ടുപോകുമ്പോൾ 40 ദിവസം എടുത്തു എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് എന്തെടുക്കായിരുന്നു? അപ്പോൾ ഇതെന്താണ് ഇത് ചെയ്തത്? എവിടേക്കാണ് പോകുന്നത്? എവിടേക്കെല്ലാം പോയി? എന്താണ് ഈ ഒരു ശബരിമലയിലെ ദ്വാരപാലക ശില്പമായാലും മറ്റെന്തെങ്കിലും ചെറിയ ഇതാണെങ്കിൽ പോലും ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. നമുക്കറിയാം ഇതര സംസ്ഥാനങ്ങളിലെ ഭക്തന്മാരൊക്കെ വലിയ രീതിയിലാണ് നമ്മുടെ ശബരിമലയ്ക്കൊക്കെ സംഭാവന ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ദ്വാരപാലക വിഗ്രഹമൊക്കെ 40 ദിവസം കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ സെയിൽ ചെയ്യാം? നമ്മൾ പറയാമല്ലോ, മാർക്കറ്റ് ചെയ്യാം. ആ മാർക്കറ്റ് ചെയ്തു എന്നുള്ളതാണ് കാര്യം. ആ മാർക്കറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, ആരെല്ലാം എന്തെല്ലാം കൊടുത്തു, അതെന്തെല്ലാം വിനിയോഗിച്ചു, ഇതിനെക്കുറിച്ച് വല്ല കണക്കുണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള ശബരിമലയിലുള്ള ഇത്തരത്തിൽ അമൂല്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതാണോ? അപ്പോൾ അതൊക്കെ ഗവൺമെൻറ് ഉത്തരം പറയേണ്ട കാര്യമല്ല. ഗവൺമെൻറ്റിന് ഒരു കാരണവശാലും ഇന്ന് മാറിക്കാൻ കഴിയില്ല. ദേവസ്വം വകുപ്പ് മന്ത്രി ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാകും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ദേവസ്വം മന്ത്രിക്ക് അവിടെ ഗവൺമെൻറ്റിന് ഒരു കൺട്രോളുണ്ട്, അതിന് 100%. അപ്പോൾ ആ കൺട്രോള് ഉള്ള ഒരു സാഹചര്യത്തിൽ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, മാത്രമല്ല കോടതി ഇതൊക്കെ കണ്ടെത്തുമ്പോൾ വിജിലൻസ് റിപ്പോർട്ട് വരുമ്പോൾ ഇതൊക്കെ മന്ത്രിയുടെ കൈവശം എത്തുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇത് കോടതി പറയുന്നവരെ കാത്തു നിന്നത്? അപ്പോൾ ഇത് ഗവൺമെൻറ് ബോധപൂർവം ഇത് മറച്ചു വെക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഗവൺമെൻറ് കൂട്ടുനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും വ്യക്തമാണ്. ശ്രീ എ പി അനിൽകുമാർ, ഇനിയിപ്പോൾ ഈ വിഷയത്തെ എങ്ങനെ കൊണ്ടുപോകാനാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു തീരുമാനം? ഇപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണമൊക്കെ നടക്കുന്നു, പുരോഗമിക്കുകയാണ്. ഈ അന്വേഷണത്തിനൊപ്പമാണ് ദേവസ്വം ബോർഡും സർക്കാരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം? ദേവസ്വത്തിൽ വിജിലൻസിൻ്റെ എൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വിജിലൻസ് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിവാദമായ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇനി ആ ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ചതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? മാത്രമല്ല ഇതിനൊക്കെ അറിയുന്ന, ഇതിനെ കൂട്ടുനിന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇരിക്കുന്നു. ആ ദേവസ്വം ബോർഡിന് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് നടത്തിയുള്ള ദേവസ്വം മന്ത്രി ഇരിക്കുന്നു. ഇവരുടെ കീഴിൽ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കാര്യങ്ങൾ പുറത്തു വരാൻ കഴിയും. അതുകൊണ്ട് ദേവസ്വം മന്ത്രി തീർച്ചയായിട്ടും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കണം. ദേവസ്വം മന്ത്രി എന്നുള്ള സ്ഥാനം അദ്ദേഹം രാജിവെക്കുക തന്നെ വേണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗവൺമെൻറ് ഇതിനകത്ത് ആത്മാർത്ഥതയുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നീക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ രീതിയിൽ മാറ്റി നിർത്തി ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ഇവരുടെയൊക്കെ ഒരു കീഴിൽ ഈ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ എവിടെയും എത്തില്ല എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് വേണ്ടത്. അത് നിഷ്പക്ഷമായ അന്വേഷണമായിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിനാരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ സംഭവിച്ചു, ഇത് മാത്രമല്ല എന്തെല്ലാമാണ് അവിടെ നടക്കുന്നത്, ഇതിൻ്റെ ഒരു ചെറിയ കാര്യം മാത്രമല്ല പുറത്തു വന്നു, ഇനി മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ജനങ്ങൾ അറിയേണ്ടത്. കാരണം അത്രമാത്രം ജനങ്ങൾ താല്പര്യമുള്ള ഒരു ക്ഷേത്രമല്ലേ ശബരിമല ക്ഷേത്രം. തീർച്ചയായും ശ്രീ എ പി അനിൽകുമാർ, ഞാൻ പ്രതിപക്ഷ നിലപാട് വ്യക്തമാണ്. ഞാൻ മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി പോവുകയാണ്. ഇപ്പം വലിയ 2 തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിലേക്ക് എത്തുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രയോറിറ്റി. അതിന് തന്നെയാണ് പ്രവർത്തനങ്ങളൊക്കെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പാർട്ടിയുടെ നീക്കങ്ങളൊക്കെ? DCC പുനഃസംഘടനയ്ക്ക് ഉടൻ ഉണ്ടാകുമോ? എങ്ങനെയാണ്? ഈ പുനഃസംഘടന എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ആഭ്യന്തര കാര്യമാണ്. അത് ഞങ്ങളുടെയൊക്കെ അതിൻ്റെ പാർട്ടിയുടേതായ ആവശ്യങ്ങൾക്കനുസരിച്ച് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ഞങ്ങൾ പുനഃസംഘടന നടത്തി, ഇപ്പോൾ വയനാട് നടത്തി. അത് ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ്.
അപ്പോൾ അത്തരം മാറ്ററുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇതൊരു വലിയ വിഷയമാക്കേണ്ട കാര്യങ്ങളല്ല. അത് പാർട്ടിയിൽ അത് എപ്പോഴാണോ അത് ആവശ്യം എന്നുള്ളത് ആ കാര്യത്തിനനുസരിച്ച് അത് നടക്കും. ഇവിടെ അതല്ലാതെ തന്നെ കേരളത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് പാർട്ടി, കോൺഗ്രസും UDF-ഉം ശക്തമായി ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലൊരു വലിയ സമരം നടക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ. ഇന്ത്യയിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ഇവിടെയും നമ്മൾ SIR വരുന്നതിനെക്കുറിച്ച് ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെയും വേണമെന്നുള്ള നിർബന്ധം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. അപ്പോൾ അതിനെതിരെയൊക്കെയുള്ള രാഹുൽ ഗാന്ധിയുടെ സമരങ്ങൾ, ആ സമരത്തിനുള്ള കേരളത്തിൻ്റെ പിന്തുണ, അതൊക്കെ നൽകുന്നതിന് വേണ്ടിയുള്ള സംഘടനാപരമായ ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശ്രീ AP അനിൽകുമാർ, ഇപ്പം യൂത്ത് കോൺഗ്രസിന് ഒരു അധ്യക്ഷൻ ഇല്ലാതായിട്ട് മാസങ്ങളായിട്ടുണ്ടല്ലോ. ചർച്ചകളും പരിഗണനകളും ഒക്കെ പലതരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു അധ്യക്ഷൻ, പുതിയൊരു അധ്യക്ഷൻ ഉടനെ ഉണ്ടാകുമോ? എങ്ങനെയാണ് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? പറ്റുമെങ്കിൽ പറയാം. അല്ല, അതൊക്കെ ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റിനെ നിയമിക്കുന്നത് ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ്. സംസ്ഥാനത്തെ കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിന് അതിന് പ്രത്യേകിച്ചുള്ള റോളില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് എത്രയും പെട്ടെന്ന് പുതിയ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം ഈ തിരഞ്ഞെടുപ്പിനായുള്ള ഒരു മുന്നൊരുക്കം അത് എങ്ങനെ പുരോഗമിക്കുന്നു ശ്രീ AP അനിൽകുമാർ? പുതിയ എന്തെങ്കിലും ഒരു വികസന സദസ്സ് സംഘടിപ്പിക്കാനോ അതല്ലെങ്കിൽ? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മുന്നിലുള്ള പറഞ്ഞോളൂ ശ്രീ. ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ പാർട്ടി ഒരുങ്ങിക്കഴിഞ്ഞു. മിഷൻ 2025 വളരെ ശക്തമായ രീതിയിൽ ജില്ലകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പാണ് 2010 തെരഞ്ഞെടുപ്പിലാണ് UDF-ന് ഒരു വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടായത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന 2010 ലഭിച്ച മുന്നേറ്റത്തെക്കാൾ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളാണ് നടത്തുന്നത്. നിരന്തരം അത്തരം കാര്യങ്ങൾ ഓരോ മേഖല പഞ്ചായത്ത് തലം മുതൽ നടക്കുന്നുണ്ട്. പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ, മുനിസിപ്പൽ, അതുപോലെ കോർപ്പറേഷൻ, എല്ലായിടത്തും പ്രത്യേകം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മിഷൻ 2025 ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശ്രീ AP അനിൽകുമാർ, അപ്പോൾ ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിനും ഇത്രയും സമയം പങ്കുവച്ചതിനും. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്.